ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന അവിയലാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അവിയൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അവിയൽ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ മത്തന്, ചേന, കായ, അതുപോലെ തന്നെ മുരിങ്ങാക്കായ, ക്യാരറ്റ് ഇതെല്ലാം നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 20 പേർക്ക് കഴിക്കാനുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഈസി ആയിട്ട് അവിയൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 5 പച്ചമുളകാണ് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്കാക്കി എടുക്കണം. അപ്പോഴേക്കും ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അത് ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 10 പീസോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതാ ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടിയിൽ വെള്ളമുണ്ട്. അതൊന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നാളികേരം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കയ്യിലിട്ടിട്ട് ഒരുപാടൊന്നും ഇളക്കി കൊടുക്കരുത്. കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് അവിയൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വേണം വെളിച്ചെണ്ണയും തൈരും ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അപ്പോഴാണ് ആ വെളിച്ചെണ്ണേൻ്റെയൊക്കെ ഫ്ലേവർ ഈ അവിയലിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.